ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പം നോമ്പ് തുറക്കുമ്പോൾ എല്ലാവരും എണ്ണ പൊരിക്കാത്ത കടി ഉണ്ടോയെന്നല്ലേ നോക്കുന്നത്. ഇതാ എണ്ണയൊന്നും വേണ്ട, ബ്രെഡും മുട്ടയും വെച്ചിട്ട് ഒരു അടിപൊളി ഐറ്റം. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നോക്കാം അല്ലേ. പാനൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ചെറുതായി കുനുകുനാന്നരിഞ്ഞ വെല്ലുള്ളി ആഡ് ചെയ്യുക, പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലോണം വഴറ്റി കൊടുക്കുക. ഒന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതൊക്കെ ഒന്ന് കുക്കായി വരുന്ന സമയത്ത് നമുക്ക് സ്പൈസസ് ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, പെരിഞ്ജീരകത്തിൻ്റെ പൊടിയുണ്ട്, അതും ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പിടുക. പിന്നെ ഞാനിവിടെ ബീഫാട്ടോ എടുത്തിട്ടുള്ള, കറിയിൽ നിന്ന് എടുത്ത കുറച്ച് ബീഫുണ്ട്, അതൊന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് കുക്കായി വരുമ്പോൾ അതിൻ്റെ മേലെ കൂടെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ മസാല റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് വേണ്ട ബാറ്റർ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയിലേക്ക് ഒരു 4-5 ബ്രെഡ് ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. ഒരു 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. കുറച്ച് പാലും ആഡ് ചെയ്യുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇതിൽ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്ക് ചെയ്യാം. ഒരു പാൻ ചൂടായിട്ട് ജസ്റ്റ് ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ബാറ്റർ അതിലേക്ക് ഈവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് എല്ലാ സൈഡിലേക്കും ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ആഡ് ചെയ്യാൻ. ഇനി നമുക്ക് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അതിൽ അടി കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കണം. ഒരു കത്തിയോ ഫോർക്കോ വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക കുക്കായിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ നല്ല അടിപൊളി ബ്രെഡ് ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളാണ്, പെട്ടെന്നാവും, നല്ല സോഫ്റ്റ് ആയിരിക്കുള്ളൂ. നമ്മൾ പാലും മുട്ടയൊക്കെ ആഡ് ചെയ്തുകൊണ്ട് തന്നെ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് പറയാം.